ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നമ്മുടെ തമ്പനയിലും അതേപോലെ ഇപ്പോൾ നമ്മൾ നമ്മുടെ ഈ പിക്കിലും കാണിക്കുന്ന പോലെ നമ്മുടെ ഈ വീഡിയോയിലെ ഹൈലൈറ്റ് കേർഡാണ്, അതായത് തൈരാണ്. തൈരെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഞാൻ ഒരു കുക്കിംഗ് റെസിപ്പിയോ അങ്ങനെ എന്തെങ്കിലും കാണിക്കാൻ പോവുകയാണെന്ന് വിചാരിക്കേണ്ട. നമ്മൾ തൈര് കൊണ്ടിട്ട് നമ്മുടെ ഫേസിൽ അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ഒന്ന് ഗ്ലോ ആക്കാൻ നമുക്ക് എന്തൊക്കെ പറ്റും എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. നമ്മൾ ഒരു ഫേഷ്യൽ കിറ്റ് പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഫേഷ്യൽ പാർലറിൽ പോയി ചെയ്യുവാണെങ്കിലും എത്ര എക്സ്പെൻസീവാണ്. ഫേഷ്യലിനേക്കാളും ഫേഷ്യൽ കിറ്റ് കടയിൽ പോയി വാങ്ങിക്കുന്നതിലും എക്സ്പെൻസീവാണ് നമ്മൾ പാർലറിൽ പോയി നമ്മുടെ ഫേസിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ട്രീറ്റ്മെൻറ്റ് മീൻസ് നമ്മളെന്തെങ്കിലും ഫേഷ്യലോ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ അത് ഇത്രയും ചിലവാക്കി ചെയ്യണ്ട. പെട്ടെന്ന് നമ്മുടെ കയ്യിൽ അത്രയ്ക്ക് ഫണ്ടില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഒരു ഫേസ് ഗ്ലോയിങ് കിറ്റ് പോലെ നമുക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്കത് വീട്ടിൽ തന്നെ ചെയ്യാം എന്നാണ് നമ്മൾ കാണിക്കുന്നത്. അതിൻ്റെ മെയിൻ ഗെയിം ചേഞ്ചർ വേറെ ആരുമല്ല, നമ്മുടെ വീട്ടിലെ എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്ന തൈര് തന്നെയാണ്. നമ്മുടെ ഒരു അല്ലെങ്കിൽ ഒരു സ്കിൻ കെയർ അല്ലെങ്കിൽ ഫേഷ്യൽ ചെയ്യുന്നതിന് മുന്നേ ഉള്ള സ്കിൻ കെയർ എങ്ങനെയാണ്? സാധാരണ നമ്മൾ ഫേസ് സ്റ്റീം ചെയ്യും, അത് കഴിഞ്ഞ് ഫേസ് സ്ക്രബിങ്, അത് കഴിഞ്ഞാണ് നമ്മൾ എന്തെങ്കിലും ഫേസ് സ്ക്രബിങ് മീൻസ് സ്കിന്നൊന്ന് എക്സ്ഫോലിയേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ എന്തെങ്കിലും പാക്ക് ഇടും, അത് കഴിഞ്ഞ് നമ്മൾ എന്തെങ്കിലും ക്രീം തേക്കും. ഇതാണ് നമ്മളുടെ ഒരു റൂട്ടീൻ, സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് തൈര് കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ല കാര്യമല്ലേ? അതാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഈ പറഞ്ഞ എല്ലാ സ്റ്റെപ്പും നമുക്ക് തൈര് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. 2-3 ഇൻഗ്രീഡിയൻസും കൂടി ഇതിലുണ്ട്, പക്ഷെ ദ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കേർഡ് തന്നെയാണ്. എന്തായാലും സ്കിൻ കെയർ റൂട്ടീനിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഫേസ് സ്റ്റീമിങ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ നമുക്ക് തൈരില്ല കേട്ടോ. അതിൽ നമ്മൾക്ക് തൈര് ഉപയോഗിക്കേണ്ട കാര്യം, അതിൽ നമുക്ക് തൈരിൻ്റെ ഒരു റോളില്ല. ക്രീം, പാക്ക്, സ്ക്രബിലൊക്കെയാണ് തൈരിൻ്റെ റോളുള്ളത്. സ്റ്റീമിങ് നമ്മളെപ്പോഴും ചെയ്യാനും പാടില്ലാത്തൊരു 1 month, ഒരു മാസത്തിലൊരു പ്രാവശ്യമൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. നിങ്ങൾക്ക് സ്റ്റീമിങ് നിങ്ങൾക്ക് വീട്ടിൽ ചിലവ് കുറച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് വെള്ളം എന്തെങ്കിലും ചൂടാക്കാൻ വെച്ചിട്ട് എന്തെങ്കിലും നല്ല ഔഷധമോ ഗുണമുള്ള ഇല എന്തെങ്കിലും, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെള്ളം തിളപ്പിച്ചിട്ട് നമ്മുടെ ആര്യവേപ്പിലയിൽ സ്റ്റീം ചെയ്യുക, നമ്മുടെ ഫേസ് നന്നായിട്ട് സ്റ്റീം ചെയ്യുക. തുളസി ഇലയിൽ സ്റ്റീം ചെയ്യുക. ഇതൊക്കെ നല്ല എഫക്റ്റീവായിട്ടുള്ള ഫേസ് സ്റ്റീമിംഗ് ആണ് ഇതൊക്കെ. അപ്പോൾ ഫേസ് സ്റ്റീം കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചെയ്യുന്ന ഒരു സ്കിൻ കെയർ റൂട്ടീൻ ഫേസ് സ്ക്രബിംഗ് ആണ്. അപ്പോൾ ഫേസ് സ്ക്രബിന് നമ്മളുടെ തൈരിൻ്റെ റോൾ എന്താണെന്ന് വെച്ചാൽ, കുറച്ച് തൈര്, കുറച്ച് ബ്രൂ, കുറച്ച് പഞ്ചസാര, ഇത് മൂന്നും കൂടി മിക്സ് ആക്കിയിട്ട് പഞ്ചസാര അലിഞ്ഞു പോവാതെ നമ്മളത് ഫേസിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഈ സ്ക്രബ് ചെയ്യണ മുന്നേ തന്നെ നിങ്ങൾക്ക് ക്ലെൻസിങ് ചെയ്യണമെങ്കിൽ നമുക്ക് വെറുതെ നമ്മുടെ തൈര് എടുത്തിട്ട് നമുക്ക് അത് തൊട്ട് സംസാരിച്ച് തുടങ്ങാം. ആദ്യം നമുക്ക് എപ്പോഴും ഡബിൾ ക്ലെൻസിങ് നല്ലതാണ് നമ്മുടെ ഫേസിൽ. അപ്പോൾ നിങ്ങൾ ആദ്യം എന്തെങ്കിലും ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്തതിന് ശേഷം സാധാരണ നമ്മുടെ തൈരില്ലേ, തൈര് നമ്മുടെ ഫേസിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു 1 minute, അത് ഡ്രൈ ആവാനൊന്നും നിൽക്കണ്ട. 1 minute നമുക്ക് എടുത്തു കഴിഞ്ഞിട്ട് നമുക്കതൊരു കോട്ടൺ വെച്ചിട്ട് നന്നായിട്ട് തുടച്ച് കളയാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ ഫേസ് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് തൈര് എടുത്തിട്ട് അതിലേക്ക് തൈരും പഞ്ചസാരയും മാത്രം മതി സ്ക്രബ് ചെയ്യാൻ. നല്ലൊരു സ്ക്രബാണ്. അതിലേക്ക് നിങ്ങൾക്ക് ബ്രൂ ഉണ്ടെങ്കിൽ, വീട്ടിലിരിപ്പുണ്ടെങ്കിൽ കുറച്ച് ബ്രൂ കൂടി ചേർത്ത് നന്നായിട്ട് ആ ഒരു ബ്രൂവിൻ്റെയും ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കാം. ബ്രൂവിൻ്റെയും ഷുഗറിൻ്റെയും ആ ക്രിസ്റ്റൽസ് ഒന്നും അലുത്ത് പോകരുത്. ആ ക്രിസ്റ്റൽസും തൈരും കൂടി ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സൊക്കെ നന്നായിട്ട് റിമൂവ് ആകും. നമ്മുടെ പോഴ്സൊക്കെ ഓപ്പൺ ആവും. പിന്നീട് നമ്മൾ എന്തെങ്കിലും ഫേഷ്യൽ അല്ലെങ്കിൽ ക്രീം ഇട്ടാലോ അതിനൊരു റിയാക്ഷൻ ഉണ്ടാവുള്ളൂ. അങ്ങനെ അപ്ലൈ ചെയ്തിട്ടേ കാര്യമുള്ളൂ. നമ്മൾ ഫേഷ്യൽ ആയാലും എന്തെങ്കിലും ക്രീം ആയാലും അങ്ങനെ അപ്ലൈ ചെയ്തിട്ടേ കാര്യമുള്ളൂ. നമ്മൾ കൂടുതലും സ്ക്രബ് ചെയ്യുമ്പോൾ ജെൻറ്റൽ സ്ക്രബ് ചെയ്യുക കേട്ടോ. സ്ക്രബ് ചെയ്താൽ പോകുമെന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ഒരച്ചങ്ങോട്ട് ചെയ്യരുത്, അത് നമ്മുടെ സ്കിന്നിന് നല്ലതല്ല. നമ്മൾ പതുക്കെ ഒരു ജെൻറ്റൽ സ്ക്രബ് കൊടുക്കുക. കൂടുതലും മൂക്കിൽ, നമ്മുടെ ലോവർ ലിപ്പിൻ്റെ താഴെ, പിന്നെ നിങ്ങൾക്ക് എവിടെയാണോ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ കൂടുതലുള്ളത് അവിടെയൊക്കെ നന്നായിട്ട് കുറച്ച് കൂടുതൽ നേരം സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഒരു 5 to 6 minutes, അതിൽ കൂടുതൽ
ആവരുത്. നിങ്ങൾ നന്നായിട്ട് ജെൻറ്റിൽ സ്ക്രബ് അറിയില്ലെങ്കിൽ നിങ്ങളൊരു 1 മിനിറ്റിലൊക്കെ നിർത്തായിരിക്കും നല്ലത്. നന്നായിട്ടൊരു മസാജ് പോലെ സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ ഒരു 5 to 6 5 മതി. 5 മിനിറ്റിൽ കൂടുതൽ പോകണം. 5 മിനിറ്റിനുള്ളിൽ സ്ക്രബ് ചെയ്ത് കഴിയുക. അതാണ് നമ്മുടെ സ്ക്രബിങ്ങിൻ്റെ ഒരു കേർഡ് വെച്ചിട്ട് സ്ക്രബ് ചെയ്യാൻ പറ്റും. ഈ കേർഡിലേക്ക് സ്ക്രബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തേൻ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒന്ന് വാഷ് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കോട്ടൺ പാഡ് വെച്ചിട്ട് നമ്മളതൊന്ന് റിമൂവ് ആകുക, നമ്മുടെ ഒന്നുകൂടി വാഷ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫേസ് പാക്ക് നമുക്ക് പല രീതിയിൽ ചെയ്യാം കേട്ടോ. നമ്മുടെ തൈരിലേക്ക് തന്നെ തൈരും കോഫി പൗഡറും പിന്നെ തേനും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാം. ഇതിലേക്ക് കൂടുതൽ ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ലൈക്ക് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെയൊക്കെ ഇപ്പോൾ എല്ലാവരും ഫേസ് പാക്കിലൊക്കെ ആഡ് ചെയ്യണല്ലേ, അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 5 to 10 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വാഷ് ഓഫ് ചെയ്ത് കളയാം. അതാണ് പാക്കിൻ്റെ ഒരു കേർഡ് വെച്ചിട്ടുള്ള ഒരു പാക്ക്. ഈ പാക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും ഒരു ക്രീം ആഡ് ചെയ്യണമല്ലോ. കാര്യം ആ ഒരു പാക്ക് ഇട്ടതിൻ്റെ ഒരു ഡ്രൈനെസ് മാറാൻ വേണ്ടിയിട്ട് അത്രയും പാക്ക് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് വാഷ് ഓഫ് ചെയ്ത് കളഞ്ഞല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഡ്രൈനെസ് മാറാൻ വേണ്ടിയിട്ട് നമുക്കൊരു ക്രീം ഇടാം. ക്രീം ഇടാനായിട്ട് നമ്മൾ കട്ട തൈര് തന്നെ എടുക്കണം. ലൂസ് തൈര് എടുക്കരുത്. കട്ട തൈര് ഒരു സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് 1 സ്പൂൺ അലോവേറ ജെല്ല് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അലോവേറ ജെല്ല് ഇട്ടിട്ട് മിക്സ് ആക്കുക. നന്നായിട്ട് ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസിയിൽ വരരുത്, ഒരു ജെൽ ടൈപ്പിൽ തന്നെ മിക്സ് ആക്കുക. എന്നിട്ടത് മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ടൊന്ന് മസാജ് ചെയ്യുക. നന്നായിട്ട് മസാജ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് അത് കഴിക്കളയാം. ഇനി നമുക്കിതൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് ഞാനൊന്നും എൻ്റെ രീതിയിൽ ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മളിവിടെ 1 സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ സ്ക്രബ് ചെയ്യണ കാര്യമാണ് കേട്ടോ കാണിക്കുന്നത്. കാര്യം സ്ക്രബ് ചെയ്യണ ജസ്റ്റ് പറഞ്ഞല്ലേ ഉള്ളൂ, എന്തോരളവ് വേണം എന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇത്രയും തൈരിന് അത്രയും ഷുഗർ മതിയായിരിക്കും. അത് നന്നായിട്ട് പെട്ടെന്ന് നമ്മൾ എടുക്കുമ്പോൾ തന്നെ അങ്ങോട്ട് അലിപ്പിക്കരുത്. കാര്യം ഷുഗറിൻ്റെ ക്രിസ്റ്റൽസ് വെച്ചിട്ടാണല്ലോ നമ്മൾ സ്ക്രബ് ചെയ്യണം. അപ്പോൾ അത് അങ്ങനെ തന്നെ കിടക്കണം. നന്നായിട്ട് തൈരിൽ അലുത്ത് പോകരുത്. നമ്മൾ കട്ട തൈരാണ് എടുക്കുന്നതെങ്കിൽ അത്രയും നല്ലത്. ഇത് ജസ്റ്റ് അങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മുടെ ഹാൻഡിൽ, ഇപ്പോൾ നമ്മുടെ ഫേസിലാണോ എവിടെയാണോ അപ്ലൈ ചെയ്യാൻ നോക്കുന്നത് അവിടെ നന്നായിട്ട് ഒരു ജെൻറ്റിൽ സ്ക്രബ് കൊടുക്കുക. നല്ല രീതിക്ക് കൊടുക്കണം കേട്ടോ. സ്ക്രബ് ചെയ്ത് കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ മാറണമെങ്കിൽ അത് കൂടുതലുള്ള സ്ഥലത്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്കും ഷുഗർ അലിഞ്ഞ് പോവുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, പിന്നെ നമ്മളൊന്നും ചെയ്യണ്ട, അത് അലിഞ്ഞ് പൊക്കോട്ടെ. ഇത് നമ്മൾ കയ്യിൽ ഇത്രയും ഇപ്പോൾ കൈ വെച്ചാണല്ലോ നമ്മൾ സ്ക്രബ് ചെയ്യണം. അപ്പോൾ അത്രയും ഭാഗം എടുത്തിട്ട് നമ്മുടെ കയ്യിൽ മൊത്തം നമ്മൾ തേച്ച് കൊടുക്കുക. ഇതിപ്പോൾ കണ്ടോ ഷുഗർ ക്രിസ്റ്റൽസ് ഒന്നും അലിഞ്ഞു പോയത് അങ്ങനെ തന്നെ ഉണ്ട്. എന്നിട്ട് അത് വെച്ചിട്ട് വേണം നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു സ്ക്രബാണ്, നമ്മുടെ നാച്ചുറൽ എക്സ്ഫോലിയേറ്റാണ്. ഷുഗറും തൈരും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് സ്ക്രബ് തൈരും ഷുഗറും ബ്രൂ യൂസ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യും. ഇത് 3 കൂടി സ്ക്രബ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത് 2 കൂടി സ്ക്രബ് ചെയ്യുമ്പോൾ ഉള്ള ചേഞ്ച് തന്നെ നിങ്ങൾ സർപ്രൈസ്ഡ് ആവും. പിന്നെ ഫേഷ്യൽ പാക്ക് ഒന്നും ഇടണ്ടെന്ന് വിചാരിക്കും, അത്രയ്ക്ക് അടിപൊളി സ്ക്രബാണ്. നമ്മൾ ഈ കെമിക്കൽസ് ആഡ് ആയിട്ടുള്ള നമ്മൾ ഷോപ്പിലൊക്കെ മാർക്കറ്റിന് അവൈലബിൾ ആയിട്ടുള്ള സ്ക്രബ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിന് വേറൊരു സൈഡും കൂടി ഉണ്ട്. നമുക്ക് കെമിക്കൽസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ട് നമുക്ക് ഒരു ദോഷം ഉണ്ടാവില്ല. നമ്മുടെ നാച്ചുറൽ എക്സ്ഫോലിയേഷനാണ് നമ്മൾ ഈ ഷുഗറും ആൻഡ് തൈരും കൊണ്ട് ഉണ്ടാക്കുന്നത്. ഇനി ഇത് നമ്മൾ വാഷ് ഓഫ് ചെയ്ത് കളഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഫേഷ്യൽ അല്ലെങ്കിൽ പാക്കാണ്, ഫേസ് പാക്ക്. അത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും തൈര് കൊണ്ട് തന്നെ. ഞാൻ നേരത്തെ ഫേഷ്യൽ പാക്കിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. തൈരും ബ്രൂവും തേനും. ഇവിടെ ഞാൻ തേൻ യൂസ് ചെയ്യുന്നില്ല, ബ്രൂ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അത് തന്നെ നല്ലൊരു ഈ ഫേഷ്യൽ പാക്ക് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഫേഷ്യൽ പാക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര തിക്കായിട്ട്, ഇവിടെ ഞാൻ കുറച്ച് ലൂസായിട്ടാട്ടോ, കാര്യം എൻ്റെ സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട്. ചിലർക്ക് നല്ല കട്ടിയിലിരിക്കുന്നതാണ് ഇഷ്ടം, ഫേസ് പാക്ക് നല്ല കട്ടിയിൽ. ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ നന്നായിട്ട് സ്ക്രബിങ് എനിക്ക് ഇത്തിരി നന്നായിട്ട് ചെയ്തിട്ട് ഫേഷ്യൽ പാക്ക് ലൈറ്റ് ഇടുന്നതാണ് എനിക്കിഷ്ടം എൻ്റെ ഫേസിൽ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നല്ല ലിക്വിഡ് കൺസിസ്റ്റൻസിയിൽ എടുത്തത്. നിങ്ങൾക്ക് ലിക്വിഡ് കൺസിസ്റ്റൻസിയിൽ വേണ്ട കുറച്ച് കട്ടിയായിട്ടിരിക്കണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട തൈര് എടുക്കാം ബ്രൂവിൻ്റെ കൂടെ, എന്നിട്ട് കുറച്ച് ബ്രൂ ആഡ് ചെയ്തിട്ട് തേക്കാം. അപ്പോൾ നല്ല തിക്കായിട്ട് വെച്ചാൽ മതി, എന്നിട്ട് നന്നായിട്ടിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ കേർഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഫേഷ്യൽ കിറ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം.
അപ്പോൾ എല്ലാവരും വീട്ടിൽ തൈരുണ്ടെങ്കിൽ ഇതുപോലെ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്തു നോക്കുക. സ്ക്രബിങ്ങും ഫേഷ്യലും എല്ലാം തൈര് വെച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.